ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? മച്ചാ, അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. അവനാണ് ആൺകുട്ടി. എത്ര തവണ ഞാൻ ഇതുപോലെ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്കിലും നടക്കണേ. ആദ്യമായി പുറത്തുവരുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു? ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാ. അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് പോകുന്നതിന്റെ തെളിവായ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. തീർച്ചയായും അതെ രതീഷ്. അതായത് നമ്മൾ പറയുന്ന ഈ 10ാം ബ്ലോക്ക് അതിസുരക്ഷാ ബ്ലോക്കിന്റെ വരാന്തയാണ് നമ്മൾ കാണുന്നത്. ഒരു കാരണവശാലും നമ്മൾ പിന്നിലാകാൻ പാടില്ല. നമ്മളിപ്പോ അവര് പിന്നിലല്ലേ, മുന്നോട്ട് പോവാ. ഒന്നും അറിയാം. വരാന്തയിൽ നിന്ന് കവാടത്തിലേക്കും ഹൈവേയിലേക്കുള്ള ആ ആംഗിളിലുള്ളതാണ് ആ ദൃശ്യം. അതായത് വായനക്കാർക്ക് വേണ്ടത് കൊടുക്കുന്നതാണല്ലോ പത്രധർമ്മം. മുറിച്ച് കമ്പികളുടെ ഇടയിലൂടെ നൂഴ്ന്ന് ഇറങ്ങി ഇഴഞ്ഞ് ഒരു പൊതിയുമായി, എനിക്ക് തോന്നുന്നു വസ്ത്രമാണെന്ന് തോന്നുന്നു, അതുമായിട്ട് പുറത്തിറങ്ങുന്നു. ആ പുറത്തിറങ്ങി പോകുന്ന ദൃശ്യമാണ് ആദ്യത്തേത്. വിശ്വാസം പറ്റുന്നുണ്ട്. ഒരു കൈ മാത്രമുള്ള ഈ ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ഈ കൂട്ടിക്കെട്ടിയതെന്നൊക്കെ വലിയ വിസ്മയമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് ഈ 3 മണിക്കൂർ സമയം ഈ ജയിലിന്റെ അകത്ത് തന്നെ, ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഗോവിന്ദച്ചാമി ഉണ്ടായിട്ടുണ്ട്. അതിനെങ്ങനെയാ നന്ദി പറയേണ്ടത് അറിയില്ലല്ലേ? അറിയാത്ത കാര്യങ്ങൾ പറയരുത്. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.